ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് നമ്മുടെ മലയാളികളുടെ അഹങ്കാരമായ തൃശ്ശൂരുകാരുടെ സ്വത്തായ അതിരപ്പള്ളിയിലേക്കാണ്. ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് അതിരപ്പള്ളിയിലേക്ക്. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ അതിരപ്പള്ളി പോകാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഉച്ചയ്ക്കൊക്കെ അതിരപ്പള്ളിയിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കണ പോലെ എളുപ്പമായിരിക്കില്ല. വേനൽക്കാലം ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലൂടെയൊക്കെ വളരെ പതുക്കെയാണ് പോയത്. കാരണം ഡ്രീം വേൾഡ് തൊട്ട് സിൽവർ സ്റ്റോം തൊട്ട് എല്ലാതും ഈ റൂട്ടിലാണ്. അതുപോലെ തന്നെ ഏഴാറ്റുമുഖവും തുമ്പൂർമൊഴിയും ഈ റൂട്ടിൽ തന്നെയാണുള്ളത്. പക്ഷെ നമ്മൾ അതിരപ്പള്ളിക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങരുത്, നേരെ അതിരപ്പള്ളിയിലേക്ക് പോയിരിക്കണം. അതുപോലെ തന്നെ വാഴച്ചാലും ഈ റൂട്ട് തന്നെയാണ്. അതിരപ്പള്ളി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ വാഴച്ചാലാവും. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ നിർത്തി കാഴ്ചകൾ കണ്ടിട്ടാണ് പോയത്. അത് ഞങ്ങൾക്ക് അവസാനമായപ്പോൾ ഒരു ചെറിയൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഇത്തിരി ലേറ്റായി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും കൗണ്ടറുകൾ ക്ലോസ് ചെയ്തായിരുന്നു. കാരണം അതിരപ്പള്ളി നമുക്ക് 5:30 വരെയാണ് എൻട്രി ടൈം ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ പ്ലാനിൽ 5 മണി ആയപ്പോഴേക്കും അവിടെ എത്തിയെങ്കിലും 5 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുള്ളൂ. കാരണം അതിരപ്പള്ളിയുടെ ഗേറ്റിൻ്റെ അവിടെയല്ല ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നത്, അതിനേക്കാൾ 1 കിലോമീറ്റർ മുമ്പായിട്ടാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ 5 മണിയാകുമ്പോൾ അടയ്ക്കും. 5 മണിക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്ക് 5:30 ആവണേക്കാളുള്ളിൽ കയറുകയാണെങ്കിൽ 6 മണിക്ക് ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് കയറി കണ്ടു പോരാം. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒത്തിരി ലേറ്റായി പോയി. അവിടെ ചെന്നപ്പോഴേക്കും ജസ്റ്റ് മിസ്സിന് അവർ അടച്ചു പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ വാഴച്ചാൽ പോകാമെന്ന്. പക്ഷേ ഞങ്ങൾ വാഴച്ചാലിൽ പോകുമ്പോഴേക്കും ഈ അവസ്ഥ തന്നെയായിരിക്കും. കാരണം അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് കുറച്ച് ദൂരമുണ്ട്. സോ അങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും എന്തായാലും ക്ലോസ് ചെയ്തിരിക്കും. എന്നാലും ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും വാഴച്ചാൽ നടക്കില്ല. സോ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഉള്ള വഴികളിൽ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അവിടെ കാണാൻ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അങ്ങോട്ടൊക്കെ യാത്ര തിരിച്ചു. പനന്തോട്ടം. ഇവിടെ പനയുടെ കുരു കളക്ട് ചെയ്തിട്ട് എണ്ണ ഉണ്ടാക്കും. പ്ലാന്റേഷനാണ്. ഭയങ്കര ബിസിനസ്. അവിടെ നമ്മൾ അധികം മൈൻഡ് ചെയ്യില്ലെന്ന് പറയണേ. വീണ്ടും തുടങ്ങി പനയെണ്ണ എന്നിട്ട് പനങ്കുരു എണ്ണ എന്ത് പറയും മുളകൊണ്ട് പോകണം. അതിരപ്പള്ളിക്ക് കയറാൻ പറ്റില്ല.
അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ പോണ റൂട്ടിലാണ് നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടം ഉള്ളത്. പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ ഒന്നും വെള്ളം ഉണ്ടാവില്ല. നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ പോണ റൂട്ടിൽ അടുത്ത് കാണുന്ന വ്യൂ ആണ് ചാർപ്പ വെള്ളച്ചാട്ടം. ചാർപ്പ വെള്ളച്ചാട്ടം, വെള്ളമില്ലാത്ത ചാട്ടം. പിന്നെ നമ്മൾ നന്നായി പറഞ്ഞത് മനസ്സിലാവുണ്ടായിരിക്കേ, ചെവി കേൾക്കുന്നുണ്ടേ, സംസാരിക്കാൻ പറ്റാത്തോളൂ നമ്മൾ പറയുന്നതിന് ഉത്തരം റെഡിയായിട്ട്. ഇതാണ് നമ്മുടെ അതിരപ്പള്ളിയുടെ ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു വ്യൂ പോയിൻറ്റ്. സ്ഥിരം വ്യൂ പോയിൻ്റാണ്. ഇവിടെ കയറാൻ വല്ല പൈസ ഒന്നും കൊടുക്കൊന്നും വേണ്ട. നമുക്ക് നേരെ ചെല്ലാം. നമ്മുടെ അതിരപ്പള്ളിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു വലിയൊരു വ്യൂ കാണാം. അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും കിട്ടാത്ത കാരണം കൊണ്ട് ഇവിടെ ഒന്ന് കണ്ടു. പക്ഷേ ഒരു സന്തോഷം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ സങ്കടം ഉണ്ടായിരുന്നില്ല. കാരണം ആകെ 3 സ്ലോട്ട് കൂടിയാണ് വെള്ളം പോകുന്നുള്ളൂ. സാധാരണ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് നിറഞ്ഞിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിമനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുവരെ ആസ്വദിക്കാൻ ഈ ഭാഗത്തേക്ക് വരുന്നവർ അതിരപ്പള്ളി, വാഴച്ചാൽ, അതുപോലെ തന്നെ തുമ്പൂർമുഴി, ആഴാറ്റുമുഖം എല്ലായിടത്തും ഇറങ്ങണമെന്ന് പ്ലാനുള്ളവർ രാവിലെ തന്നെ വരണം. അതുപോലെ തന്നെ ഒരു ടൈം മാനേജ്മെൻറ്റ് മസ്റ്റായിട്ട് വേണം. കാരണം എല്ലായിടത്തും ഒരേ സമയത്ത് തന്നെ ഓപ്പണിങ് ക്ലോസിങ് ആയതുകൊണ്ട് നമുക്ക് അധികം ഗ്യാപ്പ് കിട്ടില്ല. ഇപ്പോൾ 5 മണിക്കൊക്കെ ശേഷമാണെങ്കിൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. 5 മണിക്ക് ശേഷം നല്ല സുഖമായിട്ട് കാണാൻ പറ്റും, വലിയ വെയിലൊന്നും ഇല്ലാണ്ട്. പക്ഷേ ആസ്വദിക്കാൻ പറ്റില്ല, കാരണം എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്കെല്ലാവരും ആസ്വദിച്ചിട്ട് നടന്ന് കണ്ടു പോകാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.